ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ക്രിസ്ത്യാനികൾ ഇസ്ലാമിക വിഷയങ്ങൾ പഠിച്ച് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. ധൈര്യത്തോടുകൂടി പല വിഷയങ്ങളിലും അവർ ഇസ്ലാമിസ്റ്റുകളെ മുട്ടുകുത്തിപ്പിക്കുന്നു. അവർ ചോദിക്കുന്നു, ഇന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മറുപടികളുണ്ടോ? അപ്പോൾ മറുപടികൾ ഇല്ലാതെ വരുമ്പോൾ തെറിവിളികൾ മാത്രം ബാക്കിയായി മാറുന്നു. ഒന്ന് ഹാരിസ് മദനിയുടെ അഭിപ്രായം, ഇത് ലോകാവസാനത്തോടുകൂടി സംഭവിക്കാൻ പോകുന്നതാണ്. ഒന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഇന്ത്യയെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്ന ഒരു ഹദീസുണ്ട്, ആക്രമിക്കും എന്ന് പ്രവാചകൻ പറയുന്ന ഒരു ഹദീസുണ്ട്, ആക്രമിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ലോകാവസാനത്തിന്റെ അടയാളമായിട്ടാണ് പ്രവാചകൻ അത് പറഞ്ഞത് എന്ന് ഹാരിസ് മദനി പറയുന്നു. ലോകാവസാനത്തിന്റെ ഏതാണ്ട് അടയാളങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ലോകം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സമയം വന്നാൽ ഇന്ത്യയെ ആക്രമിക്കുമോ എന്നതായിരുന്നു ക്രിസ്ത്യാനിയുടെ ചോദ്യം. രണ്ടാം ഖലീഫ ഉമറിന്റെ കാലത്ത് 7 സഹാബികൾ ഇന്ത്യയിൽ വന്നെന്നും അവർ സിന്ധു നദിയിടം വരെ എത്തിയെന്നും അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുമായിട്ട് അവർ യുദ്ധം ചെയ്തെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഇത് കരിഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്, ഈ ഹദീസ് കരിഞ്ഞുപോയി എന്ന് പറയുന്നവരുണ്ട്. ഇനി അവസാന കാലത്ത് വരാനിരിക്കുന്ന ഹദീസാണെന്ന് പറയുന്ന ഹാരിസ് മദനിയെ പോലുള്ള ഒരു പ്രബല വിഭാഗവും ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു. എനിക്കൊന്ന് പറയാമോ? ഒരു ഹദീസ് അല്ല, 5 ഹദീസുകൾ, 5 ഹദീസുകളുണ്ട്. ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഹദീസാണ് വായിക്കുന്നത് കേട്ടോ, ഒന്ന് എഴുതിയെടുത്തു. നമ്മൾ ഈ കാണുന്ന സെബാസ്റ്റ്യൻ പുന്നയ്ക്കലും അനിൽ കൊടിത്തോട്ടവും അനിൽ അയ്യപ്പനും ജെറാൾഡും ഇവര് മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിനെതിരെ ഹദീസുകൾ പറയാനും വിമർശിക്കാനും ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയുന്നതും അറിയാത്തതുമായ അനേകം ക്രിസ്ത്യാനികളുണ്ട്. ഓക്കെ, 5 ഹദീസുകളാണുള്ളത്, ഒന്നല്ല. അത് ഞാൻ വായിക്കാം. അതിലെ ആദ്യത്തെ ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഫേമസ് ആണ്. അതാണ് സെബാസ്റ്റ്യൻ പുന്നക്കലും അനിൽകുമാർ അയ്യപ്പനൊക്കെ എടുത്ത് കോട്ട് ചെയ്തത്. അതിങ്ങനെയാണ് പറയുന്നത്: 2 groups among my ummah would be whom Allah has freed from fire. One group would fight against India, and the second would be that who would accompany Isa ibn Maryama. അതാണ് ഫസ്റ്റ് ഹദീസ്. അത് ഇമാം മുഹമ്മദ് ഇൻ ഈസ് മുസ്നദ് ആൻഡ് ഇമാം നിസായി ഇവരുടെ ഹദീസുകളിൽ അതുണ്ട്. പിന്നെ അത് ഇതേ ഹദീസ് തന്നെ ഇമാം ബുഖാരി അൽ താരിഖ് അൽ കബീറിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. തബ്രാനിയുടെ ഇബിൻ ഇ കസീർ എന്ന് പറഞ്ഞ ബുക്ക് ഇബിൻ ഇ കസീർ എന്ന് പറഞ്ഞ ഒരു ഇതില് കോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ സെക്കൻഡ് ഹദീസ്, ഹസ്രത് അബു ഹുറൈറ സേസ് ഹസ്രത് മുഹമ്മദ് promised us a ghazwa in Hind. If I get a chance to participate in it, I would spend all my energy and wealth for it. അത് അബു ഹുറൈറ ആണ് നറേറ്റ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടാമത്തെ. മൂന്നാമത്തെ ഹദീസ്, ഡെഫിനറ്റ്ലി വൺ ഓഫ് യുവർ ട്രൂപ്പ് വുഡ് ഡു വാർ വിത്ത് ഹിന്ദുസ്ഥാൻ. Allah would grant success to those warriors as far as they would bring their king by dragging them in chains. അത് മൂന്നാമത്തെ. നാലാമത്തെ, a king of Jerusalem would make troops move forward towards India. The warriors would destroy the land of Hind. അത് നാലാമത്തെ. ഇനി അഞ്ചാമത്തെ, some people of my ummah will fight India. Allah would grant them success. Even they would find the Indian kings being trapped in fetters. Allah would forgive those warriors when they would move towards Syria. Then would find Isa ibn Maryama over there. ഇത്രയാണ് ഹദീസുകളുള്ള 5 ഹദീസുകളുണ്ട്, ഒന്നല്ല. എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ, അതിനുശേഷം താങ്കൾ പറയാം. താങ്കൾ കേട്ടില്ലേ, ഇപ്പൊ ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം തരാമെന്ന് അറേബ്യൻ പെൻസിലിൽ ജീവിച്ചിട്ടുള്ള 1400 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിട്ടുള്ള ഗോത്രത്തിന്റെ ഒരു തലവനായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് അന്ന് കൊള്ളയടിച്ചും സ്ത്രീകളെ പിടിച്ചും സ്ത്രീകളെ അടിമകളാക്കി പിടിക്കുകയും ഭാര്യമാരാക്കി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള മുഹമ്മദ് വ്യാപാരത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടെന്നും ഇന്ത്യ ഒരു വലിയ സമ്പന്നമായ ഒരു രാജ്യമാണെന്നും അതിനെ കീഴ്പ്പെടുത്തുന്നവർക്ക് ഇന്ന കാര്യങ്ങൾ കൊടുക്കാമെന്നും അള്ളാഹു വഴി അറിയിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. താങ്കൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ?
അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞത് എനിക്ക് വേണ്ടി നിങ്ങൾ കൊല്ലണം, കൊല്ലപ്പെടണം. അങ്ങനെ നിങ്ങളുടെ ശരീരവും സമ്പത്തും ഞാൻ ദാനമെടുത്തിരിക്കുവാണ്, ഞാൻ സ്വീകരിച്ചിരിക്കുവാണ്. മറ്റ് ചിലയിടങ്ങളിൽ അള്ളാഹു പറയുന്നു, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. ഈ സർവ്വലോക രക്ഷിതാവിന് കേവലം മനുഷ്യന്മാരുടെ സഹായം എന്തിനാണ്? ഇവിടെയാണ് നമുക്ക് ഈ ഹദീസുകളുടെ പ്രസക്തി മനസ്സിലാകുന്നത്. അള്ളാഹുവിന് മുസ്ലിങ്ങളെ മാത്രമായി സൃഷ്ടിക്കാൻ സാധിച്ചില്ല. മുസ്ലിങ്ങൾക്കു മാത്രമായി കൊടുക്കുന്ന ഒരു സ്വർഗം സൃഷ്ടിക്കാൻ സാധിച്ചപ്പോൾ ആ ലോകത്തുള്ള അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിന് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന് പെട്ടെന്ന് സാധിച്ചില്ല. അള്ളാഹുവിനെ ആരാധിക്കാത്ത ഒരുപാട് ആളുകൾ അള്ളാഹുവിൻ്റെ വായുവും വെള്ളവും അള്ളാഹുവിൻ്റെ ഭക്ഷണവും അള്ളാഹു കൊടുത്ത സുഖ സൗകര്യങ്ങളും ഒക്കെ ആസ്വദിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന് അവരെ നിയന്ത്രിക്കാൻ ഇക്കാലം ഇത്രയുമായിട്ടും കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി വന്നു, നബിയെ കൊണ്ടും സാധിച്ചിട്ടില്ല മുസ്ലിങ്ങളെ മുഴുവനും തുടച്ചു നീക്കാൻ. അബൂബക്കറിനോ ഉമറിനോ ഉസ്മാനോ അലിക്കോ ഒന്നും കഴിഞ്ഞില്ല. അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ആ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിച്ചു. അതുപോലെ തന്നെ ഓരോ മുസ്ലിമിൻ്റെയും ലക്ഷ്യമായിരിക്കണം ഓരോരുത്തരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരലും അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യലും. അമുസ്ലിങ്ങളെ കൊല്ലുന്നത് കൊണ്ട് അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ സന്തോഷമാവുകയുള്ളൂ. എന്നിട്ട് അള്ളാഹു പറഞ്ഞെന്താണ്? നിങ്ങൾ യുദ്ധം ചെയ്യണം ഇന്ത്യക്കാരോട്, അങ്ങനെ അവരെ വകവരുത്തണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കള്ളും പെണ്ണും കൊട്ടാര സൗധങ്ങളും ഒക്കെയുള്ള ധാരാളം സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, കണ്ടിട്ടില്ലാത്ത, ഒരാളും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സ്വർഗത്തിന്റെ അനുഭൂതികളും സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഒരുക്കിത്തരാം ഇന്ത്യയെ ആക്രമിച്ചാൽ എന്ന് ഒരു വാനലോക രക്ഷിതാവ് പറയുമ്പോൾ ആ അള്ളാഹുവിൻ്റെ കഴിവുകേട് എത്രമാത്രം അതിൽ വ്യക്തമാണ്. അതുപോലെ അള്ളാഹുവിനേക്കാൾ കൂടുതൽ കഴിവ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കുണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്. കാരണം അള്ളാഹുവിന് ഈ ലോകം മുഴുവനും ഇസ്ലാമാക്കാൻ കഴിഞ്ഞില്ല. ആ ദൗത്യം അള്ളാഹുവിൻ്റെ ഗുണ്ടകളാകുന്ന മനുഷ്യന്മാരെ ഏർപ്പാട് ചെയ്യുകയാണ്. നിങ്ങളത് ചെയ്തോട്ടും. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും മുസ്ലിങ്ങളെ മാത്രമാക്കി തീർക്കാനുള്ള, ഇസ്ലാമതാക്കി തീർക്കാനുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലുള്ളത്, അവരുടെ തലയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഓരോ സൈഡിൽ നിന്നും അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഈ ലോകം ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഒരു ഭാഗത്തൂടെ മതം മാറ്റി ലവ് ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും എന്ത് തന്നെയായിരുന്നാലും അള്ളാഹു തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഇത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന മറ്റൊരു വിഭാഗം ഉണ്ടാകില്ല. നന്ദി.